ഖദം റളിയല്ലാഹു അൻഹു കഥ പറയുന്നു. ഷഖീഖുൽ ബൽഖി കേട്ടു നിൽക്കുകയാണ്. ഖിളിർ നബി അലൈഹിസ്സലാം വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞു. കയ്യിലൊരു പാത്രവുമുണ്ട്. പാത്രം നിറയെ സിഗ്ബാജ്, കൊതിപ്പിക്കുന്ന ഗന്ധം എന്നെ പിടിച്ചുലച്ചു. നബി പാത്രം മുന്നിൽ വെച്ച് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? സിഗ്ബാജിന് പൂതിയുണ്ടല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്, മതിയാവളം കഴിച്ചോളൂ. പക്ഷെ എനിക്കൊരു വൈമനസ്യം. റബ്ബിനെ കൊതിച്ച് മറ്റെല്ലാ കൊതികളും ഉപേക്ഷിച്ചതല്ലേ, പിന്നെ ശരീരത്തിന്റെ കൊതികൾക്കനുസരിച്ച് നീങ്ങുന്നത് എങ്ങനെ? പക്ഷെ നബി പറയുമ്പോൾ കഴിക്കാതിരിക്കാനും വയ്യ. എന്തു ചെയ്യും? ധർമ്മസങ്കടത്തിലായി. വയറ് നിറച്ച് കഴിച്ചോ, അള്ളാഹു ബറക്കത്ത് ചെയ്യും. അവന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വന്നത്. നാഥനു വേണ്ടി എല്ലാം ത്യജിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പടച്ചവൻ നിർദ്ദേശിച്ചതാണിത്. സ്വർഗത്തിന്റെ പാറാവുകാരൻ ലുവാൻ അലൈഹി സ്വലാം എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. ഇത് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിന് ഉള്ളതാണെന്ന് പറയുകയും ചെയ്തു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു നബി കൊണ്ടുവന്ന് വായിലേക്ക് വെച്ചു തരുമ്പോൾ എന്തിന് കഴിക്കാതിരിക്കണം? മഹാഭാഗ്യമല്ലേ? അതിന്റെ രുചി ഇപ്പോഴും എൻ്റെ വായിൽ നിന്നും പോയിട്ടില്ല. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത്. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കേട്ട് ഷഖീഖും സന്തോഷ കണ്ണുനീർ പൊഴിച്ചു. നബിയെ പുണർന്ന ആ കൈകളൊന്ന് തരൂ. അദ്ദേഹം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ ചുംബിച്ചു. ആത്മീയമായ പരിവർത്തനങ്ങൾക്ക് സാക്ഷിയായി ദിവസങ്ങൾ ഓടിമറഞ്ഞു. കൊട്ടാരം വിട്ടിറങ്ങിപ്പോന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, ബൽക്കിൽ. അദ്ഹം എന്നു തന്നെയാണ് അവനും പേര് വെച്ചിരിക്കുന്നത്. ആത്മീയമായ ലോകത്ത് ജീവിച്ച് ഭൂലോകം വെടിഞ്ഞ വല്ലിപ്പയുടെ പേര് തന്നെ ആവട്ടെ എന്ന് കരുതി അവനിപ്പോൾ വളർന്ന് വലുതായി ബൽക്കിലെ അധിപനാണ്. പക്ഷേ തനിക്ക് ജന്മം നൽകിയ പിതാവിനെ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവന്റെ ഉള്ളിൽ സങ്കടത്തിന്റെ തിരമാലകൾ അലയടിച്ചു. ആരാണ് എൻ്റെ ഉപ്പ? എവിടെയാണ് അദ്ദേഹം? ഇത്ര കാലവും മനസ്സിലിട്ടു നടന്ന സംശയം ഒരു ദിവസം ഉമ്മയോട് ചോദിച്ചു. നിന്റെ ഉപ്പ വളരെ പണ്ട് നാടുവിട്ടതാ മോനെ. അള്ളാഹുമായി അങ്ങേയറ്റം അടുപ്പമുള്ള മഹാന. അദ്ദേഹത്തിന്റെ മകനായി ജനിച്ചത് തന്നെ നിന്റെ ഭാഗ്യമാണ്. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയതമ പൊന്നുമോനെ സമാധാനപ്പെടുത്തി. ഉമ്മ, എനിക്ക് ഉപ്പയൊന്ന് കാണണം. കുറച്ചുകാലം സേവനം ചെയ്യണം. ഇപ്പോൾ മക്കയിലുണ്ടെന്ന് ആളുകൾ പറയുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? മകൻ അദ്ഹമും ഉമ്മയും യാത്രക്കൊരുങ്ങി. ഭരണാധിപനായതുകൊണ്ട് തന്നെ ഒറ്റക്കാവില്ലല്ലോ യാത്ര. കൂടെ 10,000 അനുയായികളും പോയി. പിതാവിനെ കാണാം, കൂടെ ഹജ്ജും ചെയ്യാം. മക്കയിലെത്തി. മസ്ജിദുൽ ഹറാമിൽ കുറച്ച് ഫഖീറുമാർ ഇരിക്കുന്നത് കണ്ടു. അദ്ഹം അവരുടെ അരികിലേക്ക് ചെന്നു. അസ്സലാമു അലൈക്കും. ആർക്കെങ്കിലും ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ അറിയുമോ? ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സഹയാത്രികർ തന്നെയായിരുന്നു ആ കണ്ട ഫഖീറുമാർ. അറിയാമെന്നോ? നല്ല ചോദ്യമായി പോയി. ഞങ്ങളുടെ ഷെയ്ഖാണ് അദ്ദേഹം. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ല. വിറക് ശേഖരിക്കാൻ പോയതാ. കുറച്ചു കഴിഞ്ഞാൽ ഇങ്ങെത്തും. നിങ്ങൾ ആരാണെന്ന് അദ്ഹം അവരെ അറിയിച്ചില്ല. താൻ ആരാണെന്ന് അദ്ഹം അവരെ അറിയിച്ചില്ല. അവൻ പിതാവിനെ തേടി ഇറങ്ങി. ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വിറകിനായി പോയ വഴിയെ അവൻ നടന്നു. ഒരുപാട് ദൂരം ചെന്നപ്പോൾ മലഞ്ചെരുവിൽ ഒരു വയോധികനെ കണ്ടു. മെലിഞ്ഞ് എല്ലും തോലുമായ ശരീരം, മുതുകത്ത് വലിയൊരു വിറക് കെട്ട്. ഇടയ്ക്കിടയ്ക്ക് അത് നിലത്ത് വെക്കും, സുന്നത്ത് നിസ്കരിക്കും. സദാസമയവും ചുണ്ടുകൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയാണ് എൻ്റെ പിതാവ്. അവന്റെ മനസ്സ് കുളിർത്തു. സങ്കടം പിടിച്ചു നിർത്താനായില്ല. മറഞ്ഞിരുന്ന് വിതുമ്പിക്കരഞ്ഞു. പഠിച്ചവനെ, ബൽക്ക് ഭരിച്ചിരുന്ന ഭരണാധികാരിയാണല്ലോ ഇത്. എൻ്റെ പൊന്നുപ്പ ഇപ്പോൾ ഈ പരുവത്തിലായി. ഒന്നും സംസാരിക്കാൻ തുനിഞ്ഞില്ല. മകനാണെന്നറിഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞു മാറിയാലോ? അവൻ ക്ഷമിച്ചു നിന്നു. സൗമ്യനായി നടന്നു നീങ്ങുന്നു. കാലനക്കം കേൾപ്പിക്കാതെ മകൻ പിന്നിലും. ദിക്റും സ്വലാത്തും തസ്ബീഹുകളുമായി അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടിരുന്നു. മക്കയിലെ ചന്തയിലേക്കാണ്. ആളുകളോട് വിലപേശി വിറകുകെട്ടുകൾ വിറ്റു. കിട്ടിയ കാശിന് മുഴുവൻ റൊട്ടി വാങ്ങി പള്ളിയിലെത്തി ഫഖീറുമാരുടെ മുന്നിൽ വെച്ച് കൊടുത്തു. ഫഖീറുമാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അദ്ദേഹമാകട്ടെ നേരെ നിസ്കാരത്തിലേക്ക് നിന്നു. 2-3 ദിവസത്തിനകം ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ചു. മസ്ജിദുൽ ഹറാം ജനനിബിഡമായി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്.